പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അണിനിരന്നു കഴിഞ്ഞു. സാർ, ഇതിന് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്? നല്ല വിജയസാധ്യതയുള്ള രൂപത്തിലേക്ക് പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം ഉയർന്നു വന്നതിന് സ്ഥാനാർത്ഥി രംഗത്ത് വന്നു, ഓഫീസിൽ ഉദ്ഘാടനം ചെയ്തു. എങ്ങും എവിടെയും സ്വീകാര്യമായ ഒരു അവസ്ഥയാണ് സ്ഥാനാർത്ഥിക്ക് പൊതുവിൽ കാണാൻ കഴിയുന്നത്. പുതുപ്പള്ളിയിൽ കഴിഞ്ഞ 53 വർഷമായി ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നു. അത് നമുക്കൊരു വിഘാതമാകുമോ ഒരു തെരഞ്ഞെടുപ്പ്? ഇല്ല, ഈ കാര്യത്തെ സംബന്ധിച്ച് 53 വർഷമായി ജനങ്ങൾക്ക് ലഭിക്കാതെ പോയ വികസന സാധ്യതകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിലൂടെ മുന്നോട്ട് വരുന്നത്. മണ്ഡലത്തിൻ്റെ ഒരു വികസന പിന്നോക്കാവസ്ഥയാണോ നമ്മൾ പ്രധാനമായും? അതാണ് മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു രാഷ്ട്രീയം ചർച്ചയാവും. നിശ്ചയമായും നമുക്ക് വല്ലാത്ത രൂപത്തിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അർഹിക്കുന്ന വിഹിതം നമുക്ക് തരുന്നില്ല, കടമെടുക്കാനുള്ള പരിധി ഉയർത്തുന്നില്ല. നാനാതരത്തിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിവേചനവും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്. UDF പ്രധാനമായിട്ടും ഈ വിലക്കയറ്റം പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇക്കാര്യത്തിൽ ഓണം വരുമ്പോൾ അറിയാമല്ലോ, അത് അനുഭവിച്ചറിയാൻ പോലെ ജനത. സപ്ലൈകോയുടെ എല്ലാ സ്റ്റാളുകളും സജീവമായിരിക്കുന്നു. 13 ഇനങ്ങൾ 7 വർഷമായി ഒരേ വിലയ്ക്ക് കൊടുക്കുന്നു. പച്ചക്കറി മാർക്കറ്റുകൾ ആരംഭിക്കുന്നു. പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം നടന്ന് കയ്യിലോട്ട് വരാൻ പോകും. അതിന് മുമ്പ് വിളവ് കൂട്ടേണ്ട കാര്യമില്ലല്ലോ.